അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ഇന്നലെ വീഡിയോ ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലേ? അപ്പോൾ എന്താ കാരണം വെച്ചെങ്കിൽ ഒരു സുഖം ഉണ്ടായിരുന്നില്ല. എന്താ പറയുക, അത് പേഴ്സണലായിട്ടൊരു സംഭവമായിട്ട് അത് നമുക്ക് പബ്ലിക്കായിട്ട് പറയാനൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ എടുക്കാനും വോയിസ് കൊടുക്കാനും ഒന്നും ഒരു മൂഡുണ്ടായിരുന്നില്ല. അതാണ് ഇന്നലെ വീഡിയോ ഉണ്ടാവാഞ്ഞത്. ആരും കമൻ്റൊന്നും ഇട്ടില്ല കേട്ടോ, എന്താ വീഡിയോ ഇല്ലയെന്ന് വെച്ചിട്ട്. സാരില്ല. അങ്ങനെ ഇന്ന് കാലത്തത്തെ ചായയുടെ കടി ദോശയാണ്, അരിദോശയാണ് കേട്ടോ. അപ്പോൾ കാലത്തത്തെ വൈബ് നിങ്ങൾ കണ്ടില്ലോ. കിളികൾ ഇങ്ങനെ ചോറ് ഇന്നലെ വൈകുന്നേരം ഒക്കെ ഇട്ട് കൊടുത്തതാട്ടോ. ഒരു തേക്കിൻ്റെ ഇലയൊക്കെ പൊടിച്ചിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തതാണ്. അതിങ്ങനെ കാക്കകളും കിളികളും ഓരോന്ന് പൂച്ചകളും ഒക്കെ വന്ന് തിന്നുന്നുണ്ട് കേട്ടോ. അവറ്റും തിന്നട്ടെ, വയറിറച്ചിട്ട് അല്ലേ, നമുക്ക് മാത്രം വയറിറച്ച പോരല്ലോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ ഞങ്ങളൊക്കെ. ഞാനല്ലെങ്കിൽ കുട്ടിയോട് ആരെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കും, അല്ലെങ്കിൽ ഉപ്പുമൊക്കെ ഇട്ട് കൊടുക്കണതാണ്. ഇക്കാടെ ഉപ്പുമ്മയും അങ്ങനെ മതിലുമൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. അങ്ങനെ ദോശ ചുടാണ് കേട്ടോ. അപ്പോൾ സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ നെയ്യ് തോനെ മേടിച്ചു. എപ്പോഴും ചെറിയ ഡപ്പ മേടിക്കാറ്. ഇപ്പോൾ വലിയ കുപ്പി അങ്ങോട്ട് മേടിച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് തോനെ എടുത്തിട്ട് ഉണ്ടാക്കൊന്നുമില്ല കേട്ടോ. കുറേശ്ശെ എടുത്തിട്ട് തന്നെയാണ് ദോശ ചുടുമ്പോൾ. നെയ്യിൽ ദോശ ചുട്ടാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ ഇതിന് നെയ്യ് പരത്തിയിട്ട് ഒന്ന് ദോശ ഉണ്ടാക്കി നോക്കിയതാട്ടോ. പക്ഷേ വലിയ എയിം അങ്ങോട്ട് ഇല്ല. എന്നാലും കുഴപ്പമില്ല എന്ന് പറയാൻ കണ്ടില്ല, പൊട്ടലൊക്കെ ഉണ്ടായി. എന്താ വെച്ചെങ്കിൽ കുറച്ചായില്ലോ ദോശ ചുട്ടിട്ട്. ഇതെങ്ങനെ തന്നെ കേട്ടോ, ദോശ ഇങ്ങനെ ചുട്ടും 2 ദിവസം ഇങ്ങനെ അടുപ്പിച്ച് ചുടുക വെച്ചിങ്ങനെ ചട്ടി ഒരു മയം കിട്ടും. 3-4 ദിവസം കഴിഞ്ഞിട്ട് ദോശ ചുട്ട് കഴിഞ്ഞാൽ ഈ അവസ്ഥ തന്നെയാണ്, പൊട്ടും കേട്ടോ ദോശ. പിന്നെ അങ്ങനെ ശരിയായിട്ടാ, പിന്നെ ഒക്കെ വേഗം എടുത്താൽ കിട്ടുന്നുണ്ട് ഒക്കെ ഉണ്ട്. പിന്നെ നീർദോശ ഉണ്ടാക്കിയ പറയണ്ട, നീർദോശ ഉണ്ടാക്കിയ പിറ്റേ ദിവസം ഇങ്ങനത്തെ ഇതേമാതിരി ദോശ ഉണ്ടാക്കിയ പിന്നെ കിട്ടിയില്ല. അപ്പം ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ ചട്ടം കൊണ്ട് ഇങ്ങനെ വരച്ചുകൊണ്ട് നിൽക്കണം. പിന്നെ അവിടെ വേഗം ദോശയൊക്കെ ചുടലും ചട്ടണിയാണ് ഉണ്ടാക്കണത്. അങ്ങനെ ചട്ടണി ഉണ്ണിമോൾക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞില്ലേ, ഇപ്പം അത്യാവശ്യം ചട്ടണിയൊക്കെ കൂട്ടുന്നുണ്ട് കേട്ടോ, കുറേശ്ശൊക്കെ കൂട്ടുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ട് മാറ്റിച്ചതാ. അതേ ചട്ടണിയൊക്കെ കുറേശ്ശെ കൂട്ടുക, അങ്ങനെ കൂട്ടി ശീലിച്ചോ. അല്ലാണ്ട് എനിക്ക് പ്രത്യേകതയായിട്ട് വേറെ ഉണ്ടാക്കാനൊന്നും പറ്റില്ല, ഒക്കെ ശീലിച്ചോട്ടാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ശീലിപ്പിക്കുന്നുണ്ട് കേട്ടോ ഞാൻ. അത് പിള്ളേരെ കൊണ്ടാണ് ശീലിപ്പിക്കുന്നത്, നല്ലതാണ്. അങ്ങനെ ഒരു 1/2 ഗ്ലാസ് ചായയൊക്കെ എടുത്ത് കുടിക്കുക, ഒരു ഉഷാർ കിട്ടാൻ വേണ്ടിയിട്ട്. തിണ്ടുമ്പോൾ വന്നിരുന്ന ചായയൊക്കെ കുടിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഫൈസീനെ ഞാൻ കാണാനില്ല, എൻ്റെ മുഖം എവിടെയെന്ന് ഇങ്ങനെ വലിച്ച് നോക്കുക കേട്ടോ. കാണാനില്ല, ഇതിന് ശ്വാസം മുട്ടില്ല ഇങ്ങനെ പൊതച്ച് മൂടി കിടന്നു കഴിഞ്ഞാൽ. അപ്പം ഞാൻ പറയും, എന്തിനാ പൈസ ഇങ്ങനെയൊക്കെ പൊതച്ച് മൂടി കിടക്കണ, ശ്വാസം മുട്ടില്ലേ എന്നൊക്കെ പറയാട്ടോ. അപ്പം ഞാൻ അവനോട് നീക്കാൻ പറയുകയാണെ, സമയത്തിരി വൈകിട്ടുണ്ട്, ഇനി നീച്ച് അവരവരെ കാര്യങ്ങൾ നോക്കാൻ അല്ലെങ്കിൽ നേരം കിട്ടില്ല. അപ്പോൾ ഇതിന് സ്കൂളിൽ പോകാനും ഒക്കെ ആവണ്ടേ, അതുകൊണ്ട് വേഗം നീപ്പിക്കാട്ടോ. അങ്ങനെ അവൻ നീച്ചിട്ട് ആ മൂത്രമൊക്കെ ഒഴിച്ച് അവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ കിളികളൊക്കെ ഇങ്ങനെ കൊത്തി തിന്നണത് അവൻ കണ്ടപ്പോൾ അവൻ ഭയങ്കര ഇഷ്ടമായിട്ടാണ്. അപ്പോൾ അതവിടെ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ ഇന്നലെ അവിടെ മണ്ണ് കൂട്ടിയത് കണ്ടുങ്ങൾ. അതെന്താ ചെയ്യല്, പട്ടിയോട് വന്നിട്ട് അവിടെ ഛർദ്ദിച്ചിട്ടു. ഇന്നലെ ഞാൻ വീഡിയോ എടുക്കാത്തത് കാരണം കൂടുതൽ അതൊക്കെ തന്നെയായിരുന്നു, ഭയങ്കര ഛർദ്ദി. ഇന്നലെ ഞാൻ ഛർദ്ദിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. എനിക്കിത് കണ്ടിട്ട് എനിക്ക് ഛർദ്ദിക്കാൻ വന്നിട്ട് ഞാൻ അങ്ങോട്ട് ഛർദ്ദിച്ച് കുളമായി. പിന്നെ വീഡിയോ എടുക്കാൻ ഉഷാറില്ല, ഒരു സുഖമില്ല. അങ്ങനെ അതൊക്കെ മണ്ണിട്ടന്ന് തിക്കുകയാണ്. അപ്പോൾ മണ്ണൊക്കെ പോയിട്ട് അവിടെ ഇട്ട് തന്നിട്ടാ. അങ്ങനെ ഇന്നലെ എല്ലാം കൊണ്ടൊരു സുഖം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാം ഇപ്പോഴും ഒരുപോലെ ആവില്ലല്ലോ അല്ലേ. ഓരോ ദിവസം ഓരോതാണ്. മനസ്സിന് ഒരു ജീവിതം മുന്നോട്ട് ഇങ്ങനെ അയച്ചു കൊണ്ടുപോയി എളുപ്പമൊന്നുമല്ല. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം നേരിട്ട് അങ്ങനെ പോകണം. അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ TV നാശമായി കേട്ടോ. അപ്പോൾ TV ഊരിക്കൊണ്ടിരിക്കുകയാണ് നേരാക്കാനായിട്ട്. ഇപ്പോൾ ഇവിടെ ഉള്ളൊരു ചേട്ടൻ തന്നെയാണ് നേരാക്കണം കേട്ടോ. അങ്ങനെ കുട്ടികളൊക്കെ സ്കൂളിൽ പോകാനായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുറേയൊക്കെ വീഡിയോസ് ഫുള്ളായിട്ട് വീഡിയോ എടുക്കുക വെച്ചെങ്കിൽ നമുക്ക് ലെങ്ത്ത് കൂടി പോവും, ഭയങ്കര ബുദ്ധിമുട്ടാവും. അതുകൊണ്ടൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഉണ്ണിമോളൊന്നും പോകണില്ല. ഉണ്ണിമോൾക്ക് ഇന്ന് കലോത്സവമാണ്, അവൾ ഒന്നിലും പേര് ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ചീത്ത പറഞ്ഞു, എന്തെങ്കിലുമൊക്കെ ചേരണ്ട കുട്ടിയോട്, എന്നാലല്ലേ ഇങ്ങനെയൊക്കെയല്ലേ ശീലിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ചീത്തൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തോ അറബിയിൽ എന്തോ ചേർന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അവൾ. അങ്ങനെ ഇപ്പോൾ ഇതെന്താ ചെമ്പരത്തിമുട്ട് കാണുന്നുണ്ട് അല്ലേ, അത് വെളിച്ചെണ്ണ കാച്ചാൻ വേണ്ടിയിട്ടാട്ടോ. വെളിച്ചെണ്ണ കഴിഞ്ഞു, അപ്പോൾ ഇനി ലേശം വെളിച്ചെണ്ണ ഉണ്ടാക്കണം. അതിപ്പോൾ ഞാൻ ഇനി വീഡിയോ എടുക്കണമൊന്നുമില്ല, നമുക്ക് ഒരു ദിവസം ഉണ്ടാക്കി നിങ്ങൾ കണ്ടുല്ലോ. അപ്പോൾ അത് കാരണം ഇനി കഞ്ഞിക്കൂർക്ക കിട്ടണം. പിന്നെ
പിന്നെ എന്താ മൈലാഞ്ചി വേണം, കുറച്ച് ചില്ലറ കാര്യങ്ങളും അല്ല സംഭവങ്ങളൊക്കെ വേണം കേട്ടോ. അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി ദോശയൊക്കെ എടുത്തു. ചായ കുടി കഴിഞ്ഞു. അതിൻ്റെ ഇടയിൽ ചായ കുടിക്കുമ്പോഴാണ് ഞാൻ ഉമ്മാനെ ഒന്ന് വിളിച്ച് വർത്താനൊക്കെ പറയാട്ടോ. ഉമ്മാനോട് രണ്ട് വർത്താനൊക്കെ പറഞ്ഞ് ചായ കുടിച്ചോ, ഉപ്പ എവിടെ, ഉണ്ണി എന്ത് ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞ് വർത്താനൊക്കെ പറഞ്ഞ് ചായ കുടി കഴിഞ്ഞിട്ട് തുണിയോട് തോരിടുക. നല്ല വെയിൽ തെറിക്കുന്നുണ്ട്, മഴക്കാറും വരുന്നുണ്ട്. മഴ പെയ്യോ വെച്ചിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഞാൻ. പക്ഷേ മഴ ഒന്നും പെയ്തില്ല. വൈകുന്നേരം ആയപ്പോൾ ഒരു 3 മണി ആയപ്പോൾ നല്ല മഴ അങ്ങോട്ട് പെയ്തുട്ടാ. തുണിയോട് പുറത്ത് കിടക്കണ കാര്യക്ക് ഓർമ്മയേ ഇല്ല. അങ്ങനെ കുറച്ചൊക്കെ മഴ നനഞ്ഞു കേട്ടോ. അങ്ങനെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ പ്ലീസ്. നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കുകയാണേ. പിന്നെ നിങ്ങളുടെ കമൻറ്റ് എന്തായാലും നിങ്ങളുടെ കമൻറ്റൊക്കെ വായിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കമൻറ്റൊക്കെ ഇടുക, എന്തെങ്കിലും അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടുക. അങ്ങനെ ഇപ്പോൾ ഇതെന്താ ഓമക്കായ ഇട്ടിട്ടുണ്ട്. ഓമക്കായ ഉണ്ണിമോൾക്ക് ഉപ്പിലിട്ടത് അവളെ കൂട്ടുകാരി കൊണ്ടുവന്നു. അപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഉപ്പച്ചിയുടെ അടുത്തൊരു തൊയ്യം കൊടുക്കണല്ലോ. ഉപ്പച്ചി എവിടുന്നെങ്കിലും ഓമക്കായ കിട്ടി നമുക്ക് ഉപ്പിലിടുക, ചീനമുളകൊക്കെ ഇട്ടിട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അവിടെ അടുത്തൊരു ഹരിയേട്ടൻ്റെ കട ഉണ്ട്. അവിടെ പോയി നോക്കിയപ്പോൾ ഹരിയേട്ടന് കിട്ടിയിട്ടുണ്ടായിരുന്നു ഓമക്കായ. അപ്പോൾ അത് ഇക്കാക്ക് കൊടുത്തുട്ടാ. അപ്പോൾ ഇക്ക പറയുക ഹരിയേട്ടൻ പിന്നെ എന്ത് കിട്ടിയാലും നമുക്ക് തരും എന്നൊക്കെ പറയാട്ടോ ഇക്ക. അങ്ങനെ നമ്മുടെ ഇവിടെ ദഫ് കളിച്ചില്ലേ, പൈസയുടെ ദഫ് കളിയുടെ ഇടയിൽ ഹരിയേട്ടൻ്റെ മോനും കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ജാതി മതമൊന്നും ഞങ്ങളുടെ ഈ ദേശത്തൊന്നും ഇല്ല. ഈ വിരിപ്പാക്ക് ദേശത്തിൽ അങ്ങനെ ഹിന്ദു, ക്രിസ്ത്യന്, മുസ്ലിം അങ്ങനെ ഒന്നുമില്ല. എല്ലാ മനുഷ്യരും ഒന്നല്ലേ. അപ്പം എല്ലാ മനുഷ്യരും സ്നേഹിച്ച് പരസ്പരം സ്നേഹിച്ച് സഹായിച്ച് അങ്ങനെ മുന്നോട്ട് പോവുക, അത്രയാണ് കേട്ടോ. അല്ലാണ്ട് അതിൽ ജാതി മതമൊന്നും ഞങ്ങൾ നോക്കണില്ല. ഇപ്പോൾ പൈസയുടെ കൂടെ ദഫ് കളിക്കാൻ ഹരിയേട്ടൻ്റെ കുട്ടി ഉണ്ടായിരുന്നു. അവന് മദ്രസയിൽ കയറി ഉസ്താദ് സമ്മാനമൊക്കെ കൊടുത്തു. ഞങ്ങൾക്കൊക്കെ സന്തോഷമായിട്ട് അങ്ങനെയൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. നന്നായി കളിക്കും ചെയ്തിട്ടാ മോന്. അപ്പോൾ ഞാൻ ഇൻഷാല്ല ഞാൻ ദഫ് ഞാൻ കാണിക്കാട്ടോ കുട്ടീനെ. ഇനിയിപ്പോൾ ദഫ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നപ്പോൾ ഒരുപാട് ഒരേ കോസ്റ്റ്യൂമായ കാരണം കുട്ടിയെ നമുക്ക് എടുത്ത് കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എങ്ങനെയും ഞാൻ കാണിച്ചു തരാം കേട്ടോ. അവസരം വന്നു കഴിഞ്ഞാൽ കുട്ടീനേക്ക് ഞങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെയൊക്കെയാണ് ഇവിടെയൊക്കെ. ഇവിടുത്തെ ഞങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ. സ്നേഹമാണ് ഏറ്റവും വലുതൊക്കെ. സ്നേഹം കാശ് കൊടുത്താൽ കിട്ടില്ല, സ്നേഹം കൊടുത്താലാണ് കിട്ടുള്ളൂ. നമ്മൾ ഡയലോഗ് എവിടെ കേട്ടിട്ടുണ്ടല്ലോ. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ വീഡിയോ ഇങ്ങനെ പോകുന്നുണ്ട്, ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചോറയ്ക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ചോറ് വയ്ക്കുമ്പോൾ ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ മാന്തൾ ഇങ്ങനെ മീൻ വണ്ടി ഇങ്ങനെ പോയിരുന്നു, അങ്ങനെ ഓരോ മീനൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇക്കൊന്ന് പോയി നോക്കിയതാ. പക്ഷേ നല്ല വിലയാണ്. റാഫിക്കാടയിൽ 100 റുപ്യക്കൊക്കെ 1 കിലോ മാന്തൽ മേടിച്ചു. അപ്പോൾ ഒക്കെ പറയുക പിന്നെയും വേറെ റാഫിക്കാടേക്ക് മേടിക്കുകയാണ്. അപ്പോൾ ഇക്കാടൊക്കെ ഒരു ഏജാണ് കേട്ടോ. ഞാൻ റാഫിക്കാന്ന് വിളിക്കാൻ തന്നെ കാട്ടി മൂത്തതല്ലേ. അപ്പോൾ അവരുടെ നല്ല മീൻ നല്ല വില കുറവുണ്ട് പറഞ്ഞിട്ട് ഒക്കെ വാങ്ങാണ്ട് ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. അങ്ങനെ എന്നിട്ട് മീൻ മേടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് വേറെ വണ്ടിക്കാർ വന്നപ്പോൾ നല്ല വില കുറവിന് നല്ല കുടുതി മാന്തലൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നാളെ കൂടുതൽ നന്നാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനിയൊക്കെ തിങ്കളാഴ്ച ഇട്ടിട്ടൊക്കെ കച്ചവടത്തിന് പോവുള്ളൂ. അപ്പോൾ അവരുടേതായ കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളിപ്പോൾ അതൊന്നും വീഡിയോയിലൊന്നും നമുക്ക് പേഴ്സണലായ കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ എൻ്റെ ചോറയ്ക്കൽ കഴിഞ്ഞു, എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഇപ്പോൾ വെള്ളം മുടി ഒതുക്കി കെട്ടിക്കൊടുക്കുക. ഞാൻ കെട്ടിക്കൊടുത്താൽ എന്നെ ഇവിടെ ഇരിക്കുക, അല്ലാണ്ട് ഇവിടുത്തെ മുടി ഒന്ന് ചീന്തി കെട്ടും ഒന്നും ചെയ്യില്ല കേട്ടോ. ഞാൻ എപ്പോഴും പറയത്തില്ല എണ്ണ പരത്തിയിട്ടൊന്ന് മുടി ഒതുക്കി കെട്ടില്ല എന്നിങ്ങനെ പറയും, ചെയ്യേയില്ല. അപ്പോൾ ഇന്ന് സ്കൂളിൽ പോകാത്ത കാരണം വീട്ടിലിരുന്ന് നന്നായി പഠിച്ചു കേട്ടോ. മാത്സ് പഠിച്ചു, ഇംഗ്ലീഷ് പഠിച്ചു, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനൊന്നും സമ്മതിക്കണില്ല കളിക്കാനും. സിനിമ കാണാപ്പോൾ ടി വി ഇല്ലല്ലോ, മൊബൈലൊന്നും കൊടുക്കണില്ല, പഠിക്കാൻ തന്നെ പറയുകയാണേ. മാത്സൊക്കെ പഠിച്ചു. അപ്പോൾ ഞാനും 3 ആളും കൂടി ഇങ്ങനെ കെടുക്കട്ടാ. കുട്ടി ഉണ്ണിമോൾ നടുക്ക് കെടുക്കുന്നുണ്ട്. ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കെടുക്കണതിൻ്റെ ഇടയിലാണ് ബുള്ളറ്റിൻ്റെ സൗണ്ട് കേൾക്കണം. ഉമ്മ പറഞ്ഞിട്ടെന്ന് ഉണ്ണി വരുന്നു. അപ്പോൾ എപ്പോഴാണ് വരിക, ഞാൻ ആ കാര്യം വിട്ടു. അപ്പോൾ ഉണ്ട് മാമ വരുന്നു, മാമാൻ്റെ ബുള്ളറ്റിൻ്റെ സൗണ്ട് അല്ലേ കേൾക്കണെന്ന് പറഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പോൾ അവൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം വരുമ്പോൾ അവൻ സ്നിക്കേഴ്സൊക്കെ മേടിച്ചു പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതായിരിക്കുന്നു എൻ്റെ അനിയെ. അവൻ വന്നതും കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല മഴ പെയ്തു കേട്ടോ. അപ്പോൾ ഇപ്പോഴൊന്നും മഴയില്ല. അവൻ വരുന്ന സമയത്തൊന്നും മഴക്കാറേ അങ്ങനെ ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് നല്ല മഴ. അങ്ങനെ അളേൻ്റെ അടുത്ത് വർത്താനൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട്. അവനിത്തിരി വെള്ളം കലക്കിയിട്ട് നാരങ്ങയൊക്കെ ഇട്ടിട്ട് മറ്റേ വലിയ ജ്യൂസ് ജാറില്ലേ, അതിലൊറ്റ 2 പ്രാവശ്യം അങ്ങോട്ട് അടിച്ചപ്പോൾ നല്ലൊരു ജ്യൂസായിട്ടോ, ലെമൺ ജ്യൂസായി. അപ്പോൾ അവന് വെള്ളം കുടിക്കുകയാണ്.
അങ്ങനെ അവൻ്റെ അടുത്ത് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്നു. നമ്മൾ ഇപ്പം വരുന്ന സമയത്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു അല്ലേ, അനിയ വരാറായി ഇങ്ങനെ എല്ലാ വീഡിയോ എപ്പോഴും വീഡിയോയിൽ പറയും. പോവാനായി എന്ന് ഞാൻ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇടങ്ങേറാട്ടാ. അപ്പോൾ ഇപ്പം പറഞ്ഞു ഈ പോണതൊക്കെ വീഡിയോ എടുത്തോ, വോയിസ് കൊടുക്കാൻ ഞാൻ എങ്ങനെയാ നിൽക്കുക അറിയില്ല കേട്ടാ. എന്താ വെച്ച് കഴിഞ്ഞാൽ സങ്കടം വരുള്ളൂ. അതൊക്കെ കണ്ടു നമുക്ക് സങ്കടം വരുമല്ലോ. അതാണ് ഇപ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കുന്നത്, എങ്ങനെ പഠിച്ചോനെ ഇപ്പോൾ പോണതൊക്കെ വീഡിയോ എടുത്ത് വോയിസ് ഞാൻ എങ്ങനെ കൊടുക്കാൻ നിൽക്കുക അറിയുന്നില്ല. അങ്ങനെ പോവാന്ന് പറയുമ്പോൾ ഭയങ്കര ഇടങ്ങാറാണ്. പക്ഷെ അവന് അവിടെ കുഴപ്പമൊന്നുമില്ല കേട്ടാ. പഠിച്ചവൻ്റെ അനുഗ്രഹം കൊണ്ട് അവന് സുഖമാണ്. അവൻ്റെ ആൾക്കാർ കൂടെ ഉള്ളവരൊക്കെ ഭയങ്കര സ്നേഹമുള്ളവരൊക്കെ തന്നെയാണ്. എന്നാലും ഇത്ര ദിവസം ഇവിടെ ഉണ്ടായിട്ട് ഒരു പോവാനായി പറഞ്ഞപ്പോഴേ ഭയങ്കര ഒരു ഇടങ്ങാറ്. അപ്പോൾ പോണ ഡേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ വഴി ഇൻഷാല്ലാഹ് വീഡിയോയിൽ പറയാട്ടാ. അപ്പോൾ ചായയൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടാ. നല്ലൊരു മഴയൊക്കെ പെയ്തു. വീഡിയോ ഒക്കെ ഞാൻ ലേശം എടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതെന്താ സംഭവം, ന്യൂട്ടലല്ലേ, ന്യൂട്ടലി ബ്രെഡും കൂടിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് ഉണ്ണിമോള്. അപ്പോൾ ഉണ്ണിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ ചായ പാൽ ചായയും ഉക്കാക്ക് കട്ടൻ ചായ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഉമ്മ കൊടുക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഉമ്മ ഉണ്ണിടയിൽ എന്തൊക്കെ കൊടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ പറയാം, വീഡിയോയിൽ കാണുമ്പോൾ ഞാൻ പറയാട്ടോ. അങ്ങനെ പാലിങ്ങനെ തിളക്ക് നല്ല കടുപ്പം വേണം, ഇത്തിരി കടുപ്പൊക്കെ വേണം കേട്ടോ. അങ്ങനെ ഉമ്മ കൊടുത്തേച്ച സാധനങ്ങളാണ്. ഗരം മസാലയുടെ പാക്കറ്റ് ഉണ്ട്. അതിൽ ഏലക്ക കണ്ടപ്പോൾ ഞാൻ എടുത്തിട്ട് ചായയിലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ പാൽ ചായയിൽ. അപ്പോൾ മിളകില്ലേ, ലേശം മിളകൊക്കെ കിട്ടിയുള്ളൂ. ഞാൻ വീട്ടിലേക്ക് പോയപ്പോൾ അവിടെ കുറച്ച് ഉമ്മക്ക് കൊടുത്തു കേട്ടോ, ഉമ്മ പൊരിച്ചോ പറഞ്ഞിട്ട്. അപ്പോൾ ഇത്തിരി ഉള്ളൂ. പിന്നെ ഉള്ളത് കുട്ടികൾ പന്ത് കളി എന്തൊക്കെ ആയിട്ട് ആ വിറകിൻ്റെ ഇടയ്ക്ക് പോയിട്ട് ആകെ കുറച്ച് കിട്ടിയുള്ളൂ. സംഭവം അടിപൊളി ടേസ്റ്റ് ആട്ടോ, ചോറ് കഴിക്കാനൊക്കെ ഇങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ ലേശം കൊണ്ടേക്കോ പറഞ്ഞിട്ട് ഉണ്ണിടയിൽ കൊടുത്തേച്ചു കിട്ടാം. അങ്ങനെ എൻ്റെ ഉപ്പ ചായ ആട്ടണം എന്തി ഒന്ന് ആറ്റി വയ്ക്കിയത് എനിക്ക് പറ്റുന്നില്ല കേട്ടോ. ഇപ്പം നല്ല പൊക്കത്തിലൊക്കെ ഇങ്ങനെ ആറ്റും, ഒന്നും കളയാണ്ടൊക്കെ എങ്ങനെ നിൽക്കറിയില്ല. ഞാനൊന്നും ആറ്റി വയ്ക്കിയത് എനിക്ക് പറ്റുന്നേ ഇല്ല. അങ്ങനെ 2 ഏലക്കായ 2 കട്ടൻ ചായയിലും പാൽ ചായയിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ അവർ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഈ കഴിക്കണതിൻ്റെ ഇടയിൽ അവൻ പറയുകയാണ് അർജുൻ ചേട്ടനെ കിട്ടിയെന്ന് പറയാട്ടോ. അത് കേട്ടപ്പോൾ എനിക്ക് ആകെ എന്തോ പോലെ. 71 ദിവസം ഈ വെള്ളത്തിൻ്റെ അടിയിൽ എന്തായാലും എനിക്കത് കേട്ടപ്പോൾ നമുക്ക് വാർത്ത വയ്ക്കാന്ന് വെച്ചാൽ പാകില്ല, TV ഇല്ലല്ലോ. അങ്ങനെ ആ ചായയുടെ ഒരു സമയത്ത് അതാ പറഞ്ഞപ്പോൾ ഉള്ള മനസ്സിൽ ഒക്കെ ആകെ ഇടങ്ങാറായി കേട്ടപ്പോൾ. അങ്ങനെ എന്തായി, അവന് മദ്രസയെ കൊണ്ടാക്കിയോ മാമ പറഞ്ഞിട്ട് പൈസക്ക് മാമനെ കൊണ്ടാക്കിയായിരുന്നു. അങ്ങനെ അവൻ കട വണ്ടി എടുത്തിട്ട് അവരെ കൊണ്ടാക്കി കൊടുത്തിട്ട് മദ്രസയിൽ. അപ്പോൾ അങ്ങനെ പോവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നാളെ പോവാടാന്നൊക്കെ പറഞ്ഞപ്പോൾ പൈസ കുറേ പറഞ്ഞിട്ട് മാമ നാളെ പോവാന്ന്. അപ്പോൾ ആ വെള്ളിയാഴ്ച വരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാഹ് വെള്ളിയാഴ്ച വരും നിൽക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും ഒക്കെ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പുതിയതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റൊക്കെ ഇടുക. അങ്ങനെ നേരം മുന്നേപ്പോൾ എന്താ മേല് കഴുകലൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ വെള്ളം മുടി കെട്ടി കൊടുക്കാട്ടോ. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യണം കേട്ടോ. നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ലൈക്ക് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം. ടാറ്റാ.